എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. അപ്പൊ നമുക്ക് ശിവൻ ദേവി നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് ഉപാസ്യ ദേവതകളാണ്. ശിവനെ നമ്മൾ പ്രത്യക്ഷമായിട്ട് കാണാറില്ല, പക്ഷെ ദേവിയെ കുറിച്ച് ആണ് നമ്മൾ പഠിക്കുന്നതും നമ്മുടെ ഉപാസ്യ ദേവതയും നമ്മുടെ ലക്ഷ്യവും കാര്യവും കാരണവും എല്ലാം അമ്മയാണ്. അപ്പൊ നമ്മൾ കാണാറുണ്ട് ശിവന്റെയും ദേവിയുടെയും കയ്യിൽ ഒരു ത്രിശൂലമുണ്ട്, ഒരു ഡമരുണ്ട്. ഒരു ഡമരു എന്ന് പറഞ്ഞാൽ നാദം ഉണ്ടാക്കുന്ന ഉടുക്ക്. എന്തിനാണ് ഇത് രണ്ടും വെച്ചിരിക്കുന്നത്? ഇതൊരു പ്രധാനമാണ് തന്ത്രശാസ്ത്രത്തില്. ഈ രണ്ടെണ്ണം ഒരു സിംബോളിക് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ത്രിശൂലം റെപ്രസെന്റ്സ്, ത്രിശൂലം എന്ന് പറയുന്നത് നമ്മുടെ ത്രിപുടിയെ ബ്രേക്ക് ചെയ്യാനായിട്ടാണ്, അതായത് സംഹാരം. അപ്പോ ത്രിപുടിയെ ബ്രേക്ക് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ എന്തിനെയാണ് സംഹരിക്കുന്നത്? നമ്മുടെ ആ ഒരു ദ്വൈതമായിട്ടുള്ള പ്രപഞ്ച ബോധത്തെ ഇല്ലാതാക്കാൻ. അതിനാണ് ത്രിപുടി എന്ന് പറയുന്നത്. ഈ ശരീരവും പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധമാണ് സത്യമെന്നുള്ള ആ നമ്മുടെ മിഥ്യാധാരണയെ ഇല്ലാതാക്കുന്നതിനെ കാണിക്കുന്നതാണ് ത്രിപുടി. നമുക്കറിയാം മഹിഷമർദിനി ദേവിയുടെ കയ്യില് ശൂലം വെച്ചിട്ടാണ് നമ്മൾ മഹിഷാസുരനെ കൊല്ലുന്നത്. അപ്പൊ ഈ ത്രിപുടിയെ ഇല്ലാതാക്കുന്ന അതിനെ സംഹാരം എന്ന് പറയും. അത് മറ്റേ കയ്യില് ദമരു നാദത്തെയാണ് വെച്ചിരിക്കുന്നത്. നാദം എന്ന് പറഞ്ഞാല് സ്പന്ദനമാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ മന്ത്ര ജപങ്ങളും സ്പന്ദനങ്ങളാണ്. അതാണ് എന്താ പറയാ, അത് സൃഷ്ടിയാണ്. അപ്പോ രണ്ട് കയ്യിൽ രണ്ടെണ്ണം വെച്ചിരിക്കണം. എന്താ റെപ്രസെന്റ്സ് ദ ഗ്രേറ്റ് ട്രൂത്ത് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ഒരു സത്യത്തെയാണ് അത് കാണിക്കുന്നത്. എന്താണ്? ലൈഫ് ആൻഡ് ഡെത്ത് ആണ്. ഒരു ജനനവും ഒരു മരണവും രണ്ടും ഒരാളുടെ കയ്യിൽ തന്നെ ഇരിക്കുക. ദേവിയുടെ കയ്യിലാണെങ്കിലും ശിവന്റെ കയ്യിലാണെങ്കിലും. ദേവിയുടെ കയ്യിൽ നമ്മൾ ഉടുക്ക് കാണാറില്ല, പക്ഷെ നാദസ്വരൂപിണിയാണ് അമ്മ. നാദത്തിലൂടെയാണ് അമ്മ, ആ അക്ഷരങ്ങളിലൂടെയാണ് പ്രത്യക്ഷമാവുന്നത്. അപ്പോ ഒരു കോയിന്റെ തന്നെ രണ്ട് പാർട്ടുകളാണ് ഇത്. ഒരു കോയിൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ രണ്ട് സൈഡ് ശിവനും ശക്തിയും പോലെ തന്നെ ജനനവും മരണവും, ജന്മവും മൃത്യുവും. അപ്പൊ ഇത് രണ്ടിനെയാണ് കാണിക്കുന്നത്. ഈശാവാസ്യമിതം സർവം എന്ന് പറയുന്ന ഈശാവാസ്യ ഉപനിഷത്തിലെ ആദ്യത്തെ മന്ത്രം പറയുന്നു, എല്ലാം ഈശ്വരമയമാണ്. ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനല്ലാതെ ഒന്നുമില്ല. ഈ പ്രപഞ്ചമാകുന്ന വൃക്ഷത്തിന്റെ മൂലവേര് സനാതനമായിരിക്കുന്ന ഏകമായ സത്യമാണ്. ആ സത്യത്തെയാണ് നമ്മൾ അറിയേണ്ടത് എന്ന് അതുകൊണ്ടാണ് ഈശാവാസ്യമിതം അഖിലം എന്ന് പറയാൻ കാരണം. സർവം ഈശ്വര ചൈതന്യത്താൽ നിറഞ്ഞിരിക്കണു. ആ സനാതന മാർഗം, അതായത് യജ്ഞങ്ങൾ മുതലായവയിൽ കൂടെ നമ്മൾ എന്താ ഉണ്ടാക്കേണ്ടത്? ചിത്തശുദ്ധിയും ഏകാഗ്രതയും കൈവന്നാൽ മാത്രമേ നമുക്ക് ഈ പരമമായ സത്യത്തെക്കുറിച്ച് മനസ്സിലാവുകയുള്ളൂ. ഈ ഉപാസനാ മാർഗങ്ങൾ വൈദികമാണെങ്കിലും നമ്മുടെ തന്ത്രശാസ്ത്രപരമാണെങ്കിലും എല്ലാ സാധനാ മാർഗങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ്? ചിത്തശുദ്ധിക്ക് വേണ്ടി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ആ ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ്, ഈ പരമമായ സത്യത്തെ അറിയാൻ ആ ഒരു ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് സാധനാ മാർഗങ്ങള്. തത്വവിചാരത്തിനുള്ള, അതായത് കാണപ്പെടുന്ന പ്രതിഭാസങ്ങൾ ഒന്നും നമുക്ക് എന്താ ശരിക്കും പറഞ്ഞ ആത്യന്തികമായ സത്യങ്ങളല്ല. ഈ നമ്മൾ കാണുന്നതിനെയാണ് സത്യം എന്ന് പറയുന്നത്. പക്ഷേ വേദവും തന്ത്രശാസ്ത്രവും പറയുന്നു കാണുന്നത് ഒന്നും സത്യമല്ല. കാരണം എന്താണ്? ഇതെല്ലാം തന്നെ ഇത് വേറൊന്നിന് ആശ്രയഭൂതമായിട്ടാണ് നിൽക്കുന്നത്. ഇതിന് വേറൊരു ആശ്രയമുണ്ട്. അതെന്താണെന്ന് അറിയണം. അതിന് നമ്മുടെ ഉത്കടമായിട്ടൊരു അഭിവാഞ്ച നമ്മളിൽ ഉണ്ടാവണം. കാരണം ഈ കാണപ്പെടുന്ന ജഗത്തിന് ആശ്രയമായിട്ടിരിക്കുന്നത് എന്താണ്? ഈ നമ്മൾ കാണുന്നത് സത്യമല്ല എന്ന് പറയുമ്പോൾ ഇതിന്റെ പുറകിൽ എന്തോ ഒരു സത്യം ഒളിഞ്ഞിരിപ്പില്ലേ? എല്ലാത്തിന്റെ പുറകിലും എന്തോ ഒരു സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഈ കാണപ്പെടുന്നതെല്ലാം എന്താണ്? പ്രകടനമാണ്. നമ്മള് പ്രകടീകരിക്കുകയാണ്. അപ്പൊ വിത്ത് കുഴിച്ചിട്ട് മണ്ണിന്റെ അടിയിൽ വിത്ത് പോയി കഴിഞ്ഞാൽ വിത്ത് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ചെടി വരുള്ളൂ. അപ്പൊ അതുപോലെ എന്തോ ഒരെണ്ണം ഇതിന്റെ പുറകിലുണ്ട്. അതിനെ അറിയാനുള്ള അഭിവാഞ്ച, അതാണ് നമ്മളെ ഇന്ന് എന്താ ഈ തന്ത്രശാസ്ത്രത്തിലെ ദേവി ഉപാസനയിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പൊ ദേവിയിലേക്ക് അടുപ്പിക്കുന്നത്. എന്താണ് ഇതിന്റെ പുറകില്? നമുക്ക് ഉത്കടമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അത് നമ്മളിലാണ്, ആ ശക്തിയാണെന്നൊക്കെ പിന്നെ അറിയുന്നുള്ളൂ. ആദ്യം നമുക്ക് എന്താ, ഈ പ്രപഞ്ചത്തിൽ ഇതൊക്കെ എന്തോ ഒരു ശക്തി നടത്തിക്കൊണ്ടു പോകുന്നു. ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ പുറകില് എന്താണ്? ഈ അറിവിനെ, ഈ ജിജ്ഞാസ പരിഭാഗപ്പെടുമ്പോഴാണ് നമുക്ക് ആ ജ്ഞാനകാന്ഡത്തെ കുറിച്ച് അറിയാൻ പറ്റുന്നത്. കർമ്മകാന്ഡമുണ്ട്, ചര്യാകാന്ഡമുണ്ട്, ദീക്ഷാകാന്ഡമുണ്ട്, പല കാണ്ഡങ്ങളുണ്ട്. ഇതിൽ ജ്ഞാനകാന്ഡം എന്ന് പറഞ്ഞാൽ അറിവാണ്. അപ്പൊ ഈ ജ്ഞാനകാന്ഡത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്?
പരാവിദ്യ, ഉപനിഷത്ത്, വേദാന്തം, ബ്രഹ്മവിദ്യ, ഇതെല്ലാം ഒന്നിന്റെ പേരാണ്. അപ്പൊ ഇത് അറിഞ്ഞാൽ എന്താ, ഈ സത്യത്തെക്കുറിച്ച്, ഈ അനാവരണം മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ കാണപ്പെടുന്ന ജഗത്തിന്റെ പുറകിലുള്ള സത്യത്തെ അറിയലാണ് ഇതെല്ലാം. അപ്പൊ ജ്ഞാനകാന്ഡം എല്ലാം തന്നെ വേദത്തിന്റെ, അതായത് വേദത്തിന്റെ പരമമായ താല്പര്യ നിർണയമാണ്. കാരണം പരമമായ ആ ഒരു ബ്രഹ്മവിദ്യ ആയിട്ട് നിൽക്കുന്ന ദേവി, അതായത് ബ്രഹ്മവിദ്യ പ്രദായിനി, ബ്രഹ്മവിദ്യയായിട്ട് ഇരിക്കുന്നതും അത് പ്രദാനം ചെയ്യുന്നതുമായിരിക്കുന്ന ആ മഹാശക്തി ഐതരേയ ഉപനിഷത്തിൽ പറയുന്നു. ഐതരേയ ഉപനിഷത്ത് പറയുന്നു, ബ്രഹ്മത്തിന് തോന്നി. എന്താ തോന്നിയത്? ബഹുസ്യാം, എനിക്ക് പലതാകണം എന്ന് തോന്നി. അപ്പോ കാര്യകാരണ ബന്ധം, അതായത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇന്നാൾ കണ്ടു, കാര്യമില്ലാതെ കാരണം ഇല്ല. അപ്പൊ ഈ കാണപ്പെടുന്ന ലോകം എന്താണ്? നമ്മൾ കാണപ്പെടുന്നത് ലോക്യതേ, ദൃശ്യതേ, പുജ്യതേ. കാണപ്പെടുന്നു, നമ്മൾ അനുഭവിക്കുന്നു, നമ്മൾ ഓരോ ദിവസവും അത് നമ്മുടെ ഭാഗമായിട്ട് തീരുന്നു. ഇതാണ് ലോകം. ആലോകേത് ഇത് ലോകം എന്ന് പറയും. അപ്പോ ജഗത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഗച്ഛതി, ഇല്ലാതാവുന്നു. ഒരു ദിവസം ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നു? ആ ചലിക്കുന്ന ജഗത്തായിട്ടിരിക്കുന്നത് വന്നു പോകുന്നതാണ്. അത് ഉണ്ടാവുന്നു, വളരുന്നു, നിലനിൽക്കുന്നു, മാറ്റങ്ങൾ സംഭവിക്കുന്നു, തളരുന്നു, ഇല്ലാതാവുന്നു. ഇതിനെയാണ് നമ്മൾ ജഗത്ത് എന്ന് പറയുന്നത്. അതായത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് പഞ്ചഭൂതീകൃതമായിരിക്കുന്ന ഒരു പ്രപഞ്ചം. 5 ഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ജഗത്ത് നമുക്ക് ഉണ്ടായത് നമ്മൾ കണ്ടിട്ടില്ല. കാരണം എത്രയോ നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പേ, കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ജഗത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തിരിക്കുന്ന വസ്തുക്കളെ നമ്മൾ കാണുന്നു. ഓരോ വസ്തുക്കളും ഈ പ്രപഞ്ചത്തിൽ വരുന്ന നമ്മൾ ഉൾപ്പെടെ ഉള്ളത് എന്താണ്? ഉണ്ടായി, നിലനിന്ന്, തളർന്ന് അത് ഇല്ലാതായി പോകുന്നു. അപ്പൊ ഒന്നും ഇവിടെ ശാശ്വതമല്ല. അപ്പൊ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇതിലെ എല്ലാം അചരങ്ങളും, എന്താ പറയാ, ഇതിനകത്ത് ചരാചരങ്ങളും, അതായത് നമ്മൾ ഇപ്പൊ ഹിമാലയം അചലമായിട്ട് നിൽക്കുന്ന ഒരു പർവ്വതമാണ്, അല്ലെങ്കിൽ എന്താ ചലിക്കാതെ കാണുന്ന ഗ്രോസ് ആയിട്ടിരിക്കുന്ന ഭൂമി പോലും അതിനകത്തിരിക്കുന്ന ആറ്റംസ് സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ചലിക്കുന്ന ഒരു ശക്തി എന്താ പറയുക, ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതിനൊക്കെ ഒരു കാരണമുണ്ട്. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഈശ്വരൻ എന്ന ഒരു നിയാമക ശക്തിയാണ്. അപ്പോ ഇതിന്റെ പുറകിലിരിക്കുന്ന ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞു. എന്താണ്? ഈശ്വരൻ. അപ്പൊ ഈശ്വരൻ എന്ന നിയാമക ശക്തിക്ക് എന്താ ആ ഈശ്വരൻ എന്ന് പേര് വരാൻ കാരണം എന്ന് ചോദിച്ചാൽ ഈട്ട്, അതായത് ഈശൽ, അതായത് എന്താ പറയാ, ആ ഈശ്വരനാൽ വാസ്യം എന്ന് പറഞ്ഞാൽ എന്താ? താമസിക്കപ്പെട്ടത്, അല്ലെങ്കിൽ മൂടപ്പെട്ടത്. ഈശാവാസ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരനാൽ ഉണ്ടാക്കി മൂടപ്പെട്ടിരിക്കുന്നതെന്ന് അർത്ഥം. വാസ്യം എന്ന് പറഞ്ഞാൽ മൂടൽ എന്നർത്ഥം. അപ്പോ ഈശാവാസ്യം എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്ന ജഗത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ശക്തി, അത് ഈ ജഗത്തിനെ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. അതാണ് സ്വർണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു മണ്ണിലെ ശാശ്വത സത്യം. ഈ ശക്തിയെ മറച്ചു വെച്ചിരിക്കുന്നു നമ്മളെ അറിയാതിരിക്കാൻ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇത് 2 രീതിയിൽ നമുക്ക് നിരൂപിക്കാം. കാരണം ഈ കാണപ്പെടുന്നത് 2 രീതിയിലാണ്. ഒന്ന് കാര്യകാരണം, അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും ചേർന്നിരിക്കുന്നത്. രണ്ടാമത്തത് നിയാമക ശക്തി നിരൂപണം എന്ന് പറയും. അതായത് വ്യക്തമായിട്ടുള്ള ഒരു നിയാമക ശക്തിയാണ് ഈ ജഗത്തിനെ പ്രവർത്തിപ്പിക്കുന്നതെന്ന് ഈ പ്രപഞ്ച വസ്തുക്കളെ ഓരോന്നിനെയും നമുക്ക് നിരൂപിച്ചാൽ മനസ്സിലാവും. നമുക്ക് നോക്കാം. അതിദൈവം എന്ന് പറയുന്നത് എന്താ? സൂര്യൻ, ചന്ദ്രൻ, മഴ, കാറ്റ്, സാഗരം എല്ലാം തന്നെ എന്താ? ആ ഒരു ഭൂമിയുടെ മുകളിലുള്ള എല്ലാ സാധനങ്ങളും അതെ. അപ്പൊ എല്ലാം തന്നെ ഏറ്റവും ഒരു ചെറിയ ഒരു ആറ്റത്തിൽ നിന്ന് ഏറ്റവും വലിയ ഒരു ആനയിൽ പോലും എല്ലാ ആറ്റം കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. എല്ലാത്തിന്റെ ഉള്ളിലുള്ള ഒരു ചാലക ശക്തിയുടെ പ്രവർത്തനം എല്ലാം ഒന്നാണ്. അതായത് ഇതിനകത്ത് നിർമ്മിച്ചിരിക്കുന്ന ആറ്റംസ് ഒന്നും ഡിഫറൻ്റ് അല്ല. എല്ലാം ഒരേ ആറ്റത്തിന്റെ അറ്റോമിക് വെയിറ്റിന്റെ ഡിഫറൻസ് കൊണ്ടും പ്രത്യേക രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നതുകൊണ്ടും വ്യത്യാസം ഉണ്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ എന്താ പറയാ, ഏറ്റവും വലിയ ആനയിലും ഏറ്റവും ചെറിയ ഒരു പുഴുവില് പോലും എല്ലാത്തിന്റെയും ശക്തി, ചാലക ശക്തി ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ വൈവിധ്യമുള്ള, അതായത് ഈ ഇരിക്കുന്ന പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നത്, ഇതിൽ നിന്ന് നമ്മളൊരു എന്താ പറയാ, ഒരു തീരുമാനത്തിൽ എത്തണ്ടേ എന്താണ്? അപ്പൊ ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന ശക്തി എന്താ, പ്രത്യേകിച്ചുണ്ടായതല്ല, അതിൽ നിന്ന് തന്നെ അതായിട്ട് തീർന്നതാണ്. ഒന്ന് മറ്റൊന്നായിട്ട് തീർന്നതാണ്.
ഒരു കാര്യവും കാരണമില്ലാതെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതിന്റെ എല്ലാം പുറകിലുള്ള ആ ശക്തി, അതായത് ഭഗവതി രാജരാജേശ്വരി എന്ന് പറയുന്ന ആ ദേവി ഞാൻ എന്ന രൂപത്തിൽ എല്ലാത്തിന്റെയും ഉള്ളില് അന്തർയാമിയായിട്ട് വസിക്കുന്നു. ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ആരാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നില്ല. എല്ലാത്തിന്റെയും ഉള്ളിൽ എന്താ ആ ഒരു ശക്തിയാണ്. അപ്പോ നമ്മൾ ഒന്ന് ജനിച്ച് ബാല്യ കൗമാര യൗവനങ്ങൾക്ക് സാക്ഷീഭൂതമായിട്ടിരിക്കുന്ന ആ ശക്തി, അതായത് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, എല്ലാത്തിന്റെ പുറകിലും ഈ ഒരു ശക്തിയാണ്. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള്, പഞ്ചകർമ്മേന്ദ്രിയങ്ങള്, അന്ധകരണങ്ങള്, എല്ലാത്തിന്റെയും പുറകിലുള്ള ഉണ്മ. അതായത് കാല് മുറിച്ചാലും കണ്ണ് പോയാലും നമ്മുടെ ബ്രെയിൻ ഡാമേജ് വന്നാലും മനസ്സ് നഷ്ടപ്പെട്ടാലും ഈ ശരീരത്തെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഏതോ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് നമ്മൾ ഈശ്വരൻ എന്ന് അല്ലെങ്കിൽ ഈശ്വരി എന്ന് പറയുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് വന്നു പോകുന്ന ഒന്നല്ല അത്. അപ്പോൾ ജീവനെ ശരീരത്തിൽ പിടിച്ചു നിർത്തുവാൻ ആർക്കും സാധ്യമല്ല. കാരണം സ്വേച്ഛയായി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. നമ്മളല്ല അതിന് കാരണം. ആ ശക്തിക്ക് ഇഷ്ടമുള്ളപ്പോൾ അതിന് വന്നു പോകാൻ പറ്റും. ആ ഉണ്മ, ആ സത്യം, ആ സത്യവസ്തുവിനെ നമ്മൾ എന്ത് പറയണു? വേദത്തിലും തന്ത്രശാസ്ത്രത്തിലും ഒരേ വാക്ക് പറയണു, സത്ത. യഥാർത്ഥമായിരിക്കുന്ന എക്സിസ്റ്റൻസ്, ആ ഉണ്മ, അതിനെ നമ്മൾ എന്ത് പറയും? സത്ത എന്ന് പറയും. അപ്പോ ഓരോന്നിന്റെ ഉള്ളിലും ഈ പറയുന്ന സത്ത്, ഈ ഇരിക്കുന്ന അറിവ്, ആ പ്രജ്ഞാനത്തെ നമ്മൾ എന്താ പറയണത്? ചിത്ത് എന്ന് പറയുന്നു. അപ്പൊ സത്തും ചിത്തും എന്താണോ ശാശ്വതമായിട്ടുള്ളത് സത്ത്, നമ്മുടെ പ്രാണികളുടെ ഉള്ളിലിരിക്കുന്ന ചിത്ത്. അപ്പൊ നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന എന്താണ്? നമ്മുടെ ശരീരത്തെ ഓരോരുത്തരും ഭാര്യയാണ്, ഭർത്താവാണ്, പുത്രനാണ്, ധനികനാണ്, ദരിദ്രനാണ്, കറുത്തതാണ്, വെളുത്തതാണ്, അങ്ങനെ ഈ പറഞ്ഞ താതാത്മ്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ആവരണങ്ങൾ ത്യജിക്കണം. കാരണം നമ്മൾ എന്തൊക്കെയോ ആവരണങ്ങൾ, നമ്മൾ എന്തൊക്കെയോ ആണെന്ന് താതാത്മ്യപ്പെടുന്ന ആ ചിന്തയെ നമ്മൾ ത്യജിച്ചിട്ട് എന്താ നമ്മൾ ഈ ആവരണങ്ങളെ ഇഷ്ടപ്പെടുന്നത്. ശരിക്കും ഈ പ്രപഞ്ചത്തില് നമ്മൾ അതാണ്, നമ്മൾ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാൻ കാരണം എന്താ? ഭർത്താവ് ആയതുകൊണ്ട്. അപ്പൊ ഈ എന്തുകൊണ്ടാണോ ഈ നാമരൂപങ്ങൾക്ക് ഉള്ളിലിരിക്കുന്ന വസ്തുവിനെ അല്ല നമ്മൾ സ്നേഹിക്കുന്നത്, നമ്മൾ എന്താണെന്ന് ഈ പ്രപഞ്ചത്തില് കാണപ്പെടുന്നതിനെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്നേഹം പലതിനെയും ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏതിലാണ് ശാശ്വത ആനന്ദം? അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോ ആ ആനന്ദം നമ്മൾ എവിടെയാണ്? അതാണ് ഈശ്വരൻ എന്ന് പറയുന്ന എല്ലാത്തിനെയും മറച്ചുകൊണ്ട് എല്ലാത്തിനും ഉണ്മ നൽകിക്കൊണ്ടിരിക്കുന്ന ആ വസ്തു. അതിനെയാണ് നമ്മൾ സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹസ്താമലകൻ ശങ്കരനോട് പറയുന്നു, ആരാണ് കുഞ്ഞെ നീ ആരാണ് എന്ന് ചോദിച്ചപ്പോ ഇതുവരെ സംസാരിക്കാതിരുന്ന കുട്ടി പറയുന്നു, നാഹം മനുഷ്യോ നച ദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാഹ. എന്താ? ഞാൻ ഒന്നുമല്ല, ഞാൻ എന്തിനോടൊക്കെ താതാത്മ്യമാണെന്ന് നിങ്ങൾ വിചാരിക്കണോ? ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ഒന്നുമല്ല. പിന്നെയോ ന ബ്രഹ്മചാരി ഗൃഹീ വനസ്ഥോ ഭിക്ഷുർന ചാഹം നിജബോധരൂപ. ഞാൻ ബ്രഹ്മചാരിയല്ല, ഭിക്ഷുവല്ല, ഒന്നുമല്ല. പിന്നെയോ ഞാൻ നിജബോധ രൂപമാണ്. എന്നിൽ പ്രവർത്തിക്കുന്ന, എന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഉപാധികളിലൂടെ നിങ്ങൾ കാണുന്ന വസ്തുവല്ല ഞാൻ. ഞാൻ എന്താണ്? യാതൊന്നിനോടും എന്താ പറയാ പറ്റിച്ചേരാത്ത ആ ഒരു നിഷ്കളമായിരിക്കുന്ന, യാതൊരു കലകളും ഇല്ലാതിരിക്കുന്ന നിജബോധ രൂപമാണ്. അപ്പൊ വിവിധ രൂപങ്ങളിലൂടെ പ്രകാശിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസ്. അപ്പൊ നമുക്ക് എന്താ? ഇതാണ് നമ്മുടെ ഭാരതീയ പൈതൃകം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. മണ്ണ് തന്നെയാണ് കുടവും കലവും പാത്രങ്ങളുമായിട്ടിരിക്കുന്നത്. അത് തിരിച്ച് മണ്ണായി കഴിഞ്ഞാൽ എന്താ? മണ്ണ് മാത്രമേ ഇവിടെ ഉള്ളൂ. അത് നാമരൂപങ്ങൾ കൊണ്ട് പലതായിട്ട് നമുക്ക് തോന്നുന്നു. വിവിധ ഉപാധികളിലൂടെ പ്രകാശിക്കുന്ന, അതായത് ത്വമേവ ഭാന്തം അനുപാന്ധി സർവം തസ്യ ഭാസാത് സർവമിതം പ്രയാന്തി. എന്തിലൂടെയൊക്കെയാണോ ഇത് പ്രവർത്തിക്കുന്നത്, പ്രകാശിക്കപ്പെടുന്നത്, ആ ഉപാധികളൊന്നും സത്യമല്ല. എന്താണ്? പ്രകാശിക്കപ്പെടുന്ന ആ ഉണ്മയായ സത്യം എന്ന് പറയുന്ന ആ വെളിച്ചം, ആ എനർജി, അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ വളരെ നമ്മൾ ഇനിയിപ്പോ പഠിക്കും. ദക്ഷിണാമൂർത്തി സ്തോത്രം കൂടെ പഠിച്ചതിന് ശേഷം നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ കയറുള്ളൂ. ഒരിക്കൽ അത് തുടങ്ങിയതാണ്, അത് നിന്നുപോയി. അതുകൊണ്ട് അതും കൂടെ ഒന്ന് പഠിച്ചതിന് ശേഷം കയറുള്ളൂ. അതിനകത്ത് വളരെ എന്താ പറയാ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. നാനാ ഛിദ്ര കടോദര സ്ഥിതാം മഹാദീപ പ്രഭാഭാസ്വരം. 9 ദ്വാരങ്ങളുള്ള ഘടമായിരിക്കുന്ന ഈ ശരീരത്തില് മഹാദീപം, അതായത് ഒരു ദീപത്തെ കൊളുത്തി വെച്ചിരിക്കുന്നു. അതിനാണ് സതചിത് ആനന്ദം, സച്ചിദാനന്ദം എന്ന് പറയുന്ന ഈശ്വരൻ. അപ്പൊ ദക്ഷിണാമൂർത്തി സ്തോത്രം എന്ന് പറയുമ്പോൾ ആ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കേണ്ട തലമാണത്. അപ്പോ
ഈശാവാസ്യ ഉപനിഷത്തിൽ പറഞ്ഞ പോലെ ഭാഷ്യകാരൻ പറയണു എങ്ങനെയാണ് ഒരു ചന്ദന കഷ്ണം നല്ല മണമുള്ള ഒരു ചന്ദന കഷ്ണം വെള്ളത്തിൽ കുറെ നാൾ കിടക്കുകയാണ്. അപ്പൊ അതിന്റെ മറ്റു പദാർത്ഥങ്ങളിൽ വെള്ളത്തിലിരിക്കുന്ന അഴുക്കും പായലൊക്കെ ചേർന്നിട്ട് ഈ ചന്ദന തടി കഷ്ണമായിട്ട് മാറുക. ചന്ദനത്തിന്റെ യാതൊരു മണവും ഇല്ലാതായി തീരുക. അതിനെന്ത് ചെയ്യണം? അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളെല്ലാം ചുരണ്ടി കഴിഞ്ഞാൽ മാത്രമേ അതിന് യഥാർത്ഥ ചന്ദനത്തിന്റെ മണവും അതിന്റെ രൂപവും തിരിച്ചു കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ എന്താ? ചന്ദനം വളരെ വില കൂടിയതാണ്. ഒരു സാധാരണ മരക്കഷ്ണം പോലെ ആയിത്തീരും. അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മജ്ഞാനം ഇല്ലാതായാൽ നമ്മൾ വെറും ഉപാധികളായിരിക്കണം. ഈ പറഞ്ഞ മനുഷ്യർക്കും മൃഗങ്ങൾക്കും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. നമ്മളും വെറും ക്ലാവ് പിടിച്ച പോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ മഹാദീപത്തെ അറിയാതെ പോകുമ്പോൾ നമ്മളും വെറും മരക്കഷ്ണങ്ങൾ പോലെ, ജന്തുക്കൾ പോലെ, മനുഷ്യരെന്നുള്ള പേരിന് അർഹതയില്ലാതെ ജനിച്ച് ജീവിച്ച് മൺമറഞ്ഞു പോവുകയാണ്. അപ്പോ കാരണം എന്താ? എന്തിനോട് കിടക്കുന്നോ അതിനെ മാത്രം ചിന്തിച്ച് അതുമായിട്ട് സംബന്ധം വരുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ നമ്മൾ മറന്നു പോവുകയാണ്. ആ മറന്നു പോകുന്ന സ്വരൂപത്തെ ഓർമ്മിപ്പിക്കാനാണ് ഈ പറഞ്ഞ സാധനാ മാർഗങ്ങള്, ജപങ്ങള്, പൂജകള്, ഹോമങ്ങളെല്ലാം. അത് നമ്മുടെ ഈ പറഞ്ഞ അഴുക്കിനെ നമ്മൾ എന്താണോ നമുക്ക് ഒപ്പേക്കായിട്ടിരിക്കുന്ന ഈ വെളിച്ചത്തെ ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കുന്ന അഴുക്കുകളെ എല്ലാം തന്നെ മാറ്റാൻ ആണ് ഈ ജപ സാധന വളരെയധികം പ്രയോജനപ്പെടുന്നത്. എന്നാലേ നമുക്ക് അതിന്റെ സുഗന്ധത്തെ അറിയാൻ പറ്റൂ, ഞാൻ ആരാണെന്ന് അറിയാൻ പറ്റൂ. അപ്പൊ ഉള്ളിലിരിക്കുന്ന ആത്മജ്യോതിയെ ജന്മങ്ങളിലൂടെയുള്ള യാത്രയില് നമ്മുടെ കർമ്മമലം കൊണ്ട് അതിൽ ഒട്ടിയിരിക്കുന്നത് കാരണം യഥാർത്ഥ സ്വരൂപത്തെ മറച്ചിരിക്കാം. ആദ്യമായിട്ട് എന്ത് ചെയ്യണം? ആണവ കാർമിക മായിക മലത്രയങ്ങളെ ഇല്ലാതാക്കണം. അത് കഴിഞ്ഞിട്ട് ആണവമലം ജന്മനാലെ ഉള്ള അഹംബോധമാണ്. അത് കഴിഞ്ഞിട്ട് എന്താ? മായയുടെ പ്രവൃത്തി കൊണ്ട് മായ നമ്മളെ എന്ത് ചെയ്യിക്കുന്നു? ഞാൻ അതാണ് ഇതാണ് എന്തൊക്കെയോ നേടാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് കർമ്മങ്ങളുടെ കർമ്മവും കർമ്മഫലത്തിന്റെയും വിധികളിൽ കുടുങ്ങി ജന്മങ്ങൾ നമ്മൾ പൊക്കോണ്ടിരിക്കുക. ഈ 3 മലത്രയങ്ങളിൽ നിന്ന് നമുക്ക് എന്താ വേണം? ആ ഒരു പ്രക്ഷാളനം, അതിനെ കഴുകി വൃത്തിയാക്കണം. അത് കഴിഞ്ഞാൽ മാത്രമേ കാന്തമാകുന്ന, അതായത് ഈ നാമരൂപങ്ങളെ ആയിട്ട് ഒരയ്ക്കണം. അതിന്റെ ആ സത്സംഗം കൊണ്ടേ സ്വരൂപജ്ഞാനം കിട്ടുള്ളൂ. സത്തുമായിട്ട് സംഘം ചെയ്യണം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന സത്തിനെ കുറിച്ച് പറയുന്നത് സത്യം. അതുമായിട്ടുള്ള സംഘം നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഒരുപാട് നമ്മുടെ കർമ്മങ്ങളെ ഇല്ലാതാക്കും. കർമ്മവിന വന്നു കഴിഞ്ഞാൽ നമുക്ക് തടസ്സങ്ങൾ, ജീവിതത്തിലെ പ്രയാസം, ദുഃഖം വന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം എന്തുകൊണ്ടാ? ഞാന് ഈ ഒരു ശരീരമാണെന്നുള്ള ചിന്ത കൊണ്ടാണ് ഇതെല്ലാം വന്നു ചേരുന്നത്. എന്ത് ചെയ്യണം? സ്വരൂപജ്ഞാനം മാത്രമേ ഏകമായിട്ടുള്ള വഴിയുള്ളൂ. ഈ സ്വരൂപജ്ഞാനം തെളിയാനാണ് നമ്മുടെ സാധനകളെല്ലാം തന്നെ. ബ്രഹ്മസൂത്രത്തിലെ ഭാഷ്യകാരൻ പറയണു, രാവിലെ എന്താ പോകുമ്പോ ചെമ്മണ്ണിന്റെ പാതയിലൂടെ നടന്നു പോകുന്ന ഒരു പഥികൻ അവിടെ കുറച്ച് മണ്ണ് കാണുകയാണ്. അപ്പൊ ആ മണ്ണ് വൈകുന്നേരം വരുമ്പോ എന്താണ്? കുറച്ച് കുടങ്ങളായിട്ട് തീരുകയാണ്. കുടങ്ങളും വിളക്കുകളും ഒക്കെ ആയിട്ട് മാറി വെയിലത്ത് ഉണങ്ങാനിരിക്കുകയാണ്. പിറ്റേ ദിവസം എന്ത് ചെയ്തു? അതുവഴി വന്നപ്പോ തലേ ദിവസം പെയ്ത മഴയില് അത് വീണ്ടും ഒരു ചെളിക്കൂമ്പാരമായിട്ട് മാറിയത് കണ്ടു. അപ്പോൾ ഏത് രൂപത്തിലാണെങ്കിലും അടിസ്ഥാന തത്വം എന്തായിരുന്നു? മണ്ണായിരുന്നു. ഇതുപോലെ തന്നെ സ്വർണം ആ ചൂട് കൊണ്ട് പല നാമരൂപങ്ങളായിട്ട്, ആഭരണമായിട്ട്, മൂക്കൂത്തി, കൊലുസ്, മാലയൊക്കെ ആയിട്ട് തീരുന്ന പോലെ ബേസിക് ആയിട്ടുള്ളത് എന്താണ്? സ്വർണമാണ്. അപ്പൊ എല്ലാത്തിന്റെയും നമ്മുടെ ഈ പറയുന്ന നാമരൂപങ്ങളായിരിക്കുന്ന മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളും എല്ലാത്തിന്റെയും ആ ഒരു ബേസിക് തത്വം എന്താണെന്ന് ചോദിച്ചാൽ കുടം എന്ത് ചെയ്തു? നമ്മള് അരി എടുക്കുകയാണ്. അരിയെ നമ്മൾ തിളച്ച വെള്ളത്തിനകത്തിട്ടാൽ അത് ചോറാകും. പക്ഷെ അവിടെ എന്ത് സംഭവിക്കുന്നു? അരിക്ക് മാറ്റം സംഭവിച്ച് അത് ചോറായിട്ട് തീരുന്നു. പിന്നെ അവിടെ അരിയുണ്ടോ? ഇല്ല. അപ്പൊ പാല് തൈരാകുമ്പോൾ പാലില്ലാതാകുന്നു. പക്ഷെ ഈശ്വരനും ജഗത്തും കാര്യകാരണ ബന്ധം ഇതല്ല. ഒന്നായിട്ട് തീരുന്നു. ഒന്നിനെ കാണുമ്പോൾ ഒന്നില്ലാതാകുന്നില്ല. ഈശ്വരൻ എപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നു. അതായത് തന്റെ സൃഷ്ടികൾക്കെല്ലാം തന്നെ ഒരു സ്വർഗവും നരകവും നിശ്ചയിക്കുന്ന പരിപാലകനല്ല ഈശ്വരൻ. ഒരിക്കലും തന്റെ സൃഷ്ടികളെ താഴ്ന്ന് കാണുന്നതല്ല. കാരണം അത് ദ്വൈതഭാവമാണ്. നമ്മൾ ഈ അദ്വൈതമായിരിക്കുന്ന നമ്മുടെ ഉപാസനയിൽ ഏകമായിരിക്കുന്ന ശക്തിയെ അറിയാനായിട്ടാണ് സാധനാ മാർഗങ്ങളെല്ലാം. അപ്പൊ അത് ശരിയല്ല. അപ്പോ മോക്ഷം, അപ്പൊ എന്താണ് മോക്ഷം എന്ന് വെച്ചാൽ എന്താ? ദുഃഖങ്ങളില്ലാത്ത അവസ്ഥ തന്നെയാണ് മോക്ഷം. ഇല്ലേ? ഉണ്ടായതെല്ലാം നശിക്കും, അതിൽ മാറ്റമില്ലാത്ത വസ്തു. നശിക്കുന്നതിൻ്റെലും നശിക്കാത്ത ഒരു വസ്തു, ഏത് കാര്യം നശിക്കുമ്പോഴും അതിൽ നിന്ന് നാശമില്ലാത്ത ഒരു വസ്തുവിന്റെ യാത്രയുണ്ട്. ഒരു ചെടി, ഒരു പറവ, ഒരു ചിത്രശലഭം, എന്ത് മരിക്കുമ്പോഴും, എന്തിന്റെ ഈ പറഞ്ഞ നമ്മൾ കാണപ്പെടുന്ന സ്ഥൂല ദേഹം ഇല്ലാതാകുമ്പോഴും അവിടെ നിന്നൊരു സൂക്ഷ്മദേഹം പുറപ്പെടുന്നുണ്ട്.
അതിനെ നമ്മൾ ഈശ്വരൻ എന്നറിയണം. അതാണ് ഈ പറഞ്ഞ പ്രപഞ്ചത്തിന്റെ എല്ലാത്തിന്റെയും മൂലമായിരിക്കുന്ന ശക്തി. ഇതാണ് എന്റെ സ്വരൂപമെന്ന് തിരിച്ചറിയണം. ഇത് തന്നെയാണ് മോക്ഷം. ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഈ സത്യത്തെ, ഈ പറയുന്ന ശക്തിയാണ് എന്റെ മൂല കാരണം എന്ന് തിരിച്ചറിയുന്ന വേറൊരു ലോകത്ത് ചെന്ന് നേടേണ്ട അല്ല ഇത്. മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും അറിയാൻ പറ്റില്ല. മോക്ഷം പ്രാപിച്ചു, ആത്മാവ് മോക്ഷം പ്രാപിച്ചു എന്നൊക്കെ പറയുന്നത് വെറും കള്ളമാണ്. ആത്മാവ് മോക്ഷം എന്താ? ഇവിടെ ഇത് അറിയുന്നതാണ് മോക്ഷം. അപ്പോ എന്ത് ചെയ്യണം? തന്റെ സ്വരൂപമാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ട് എന്ത് ചെയ്യണം? ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അപ്പൊ നമ്മൾ ശ്രദ്ധയോടുകൂടി ഈ പറഞ്ഞ ശാസ്ത്രത്തെ പഠിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം. ബ്രഹ്മ, വിഷ്ണു, ശിവലോകങ്ങള്, നക്ഷത്ര മണ്ഡലങ്ങള്, സൂര്യചന്ദ്രന്മാര്, യമൻ എല്ലാം തന്നെ എന്താ? ഈ ശക്തി ആണ് നിലനിർത്തുന്നത്. ഒന്നും അവരായിട്ട് ഉണ്ടാക്കിയതല്ല. എല്ലാം ഈ പ്രപഞ്ചത്തിലും പ്രപഞ്ചാതീതമായിരിക്കുന്ന ആ അഷ്ടവസുക്കളായിട്ടിരിക്കുന്ന, പ്രപഞ്ചത്തിന് ഉണ്മ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാം തന്നെ എന്തിന്റെയാണ്? എന്താണ് ഇതിന്റെ പുറകിലെ ക്രിയേഷൻ എന്ന് ചോദിച്ചാൽ ഈശ്വര ശക്തിയാണ്. ഇതാണ് ഈ ഉണ്മയാണ് ഇതിനെല്ലാം നിലനിർത്തുന്നത്. മാറാത്ത അടിസ്ഥാനമായ ഒരു ചലിക്കാത്ത ശക്തിയുണ്ട്. അതിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇതിനെ നമ്മൾ ബ്രഹ്മം, പരമശിവൻ, പരാശക്തി എന്നൊക്കെ പറയുന്നു. അപ്പൊ ഈ എന്താ പറയാ, പല പേരുകളിൽ അറിഞ്ഞാലും സംഭവം ഒന്ന് തന്നെയാണ്. നാരദൻ എല്ലാം നമ്മളെന്താ വേദം, ഉപനിഷത്തുകള്, 64 കലകളെല്ലാം പഠിച്ചിട്ടും എന്താ ആത്യന്തികമായിട്ട് ദുഃഖ നിവർത്തിക്ക് വരാതെ അവര് സനത്കുമാരന്മാരോട് ചോദിക്കുകയാണ്. നാരദൻ ചോദിക്കണ, തനിക്ക് ദുഃഖ നിവർത്തി വേണം, എന്തുകൊണ്ടോ എനിക്ക് എന്തോ അറിയാത്തത് കൊണ്ട് ആ ഒരു വാക്വം, അതായത് എനിക്ക് എന്തിന്റെ ഒരു കുറവ് എന്റെ ജീവിതത്തിൽ അനുഭവപ്പെടുകയാണ്. കുമാരന്മാരോട് ചോദിച്ചു, അത് പറഞ്ഞു തരൂ എനിക്ക്. അപ്പോ സനത്കുമാരന്മാര് അപരാവിദ്യ, അതായത് നീ പഠിച്ചതെല്ലാം എന്താണ്? അപരാവിദ്യയാണ്. അത് ആത്യന്തിക ദുഃഖ നിവർത്തിക്ക് എന്താ പറയാ പ്രയോജനപ്പെടില്ല. എന്ത് ചെയ്യണം? എല്ലാത്തിന്റെയും ഉണ്മയായിരിക്കുന്ന ആ സദ്വസ്തുവിനെ നീ അറിഞ്ഞാൽ, ആ അറിവിനെയാണ് എന്ത് പറയുന്നത്? ഭൂമാവിദ്യ എന്ന് പറയുന്നത്. ഭൂമാവിദ്യ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ചാന്തോഗ്യ ഉപനിഷത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഉപദേശമാണ് ഈ ഭൂമാവിദ്യ. അതായത് എല്ലാത്തിന്റെയും എക്സിസ്റ്റൻസ് ആയിരിക്കുന്ന, സത്ത ചിത്ത ആനന്ദമായിരിക്കുന്ന ഈശ്വര ശക്തി നിന്നിൽ തന്നെയാണ്. അത് നീ അറിയുമ്പോൾ നീ ഇതുവരെ ചെയ്തതെല്ലാം, ഈ പറഞ്ഞ വേദ ഉപനിഷത്ത് പഠനങ്ങളെല്ലാം തന്നെ അപരാവിദ്യ. പരാവിദ്യ എന്ന് പറഞ്ഞാൽ ഈ പരേ, അതായത് മനസ്സുകൊണ്ട് എത്തപ്പെടാത്ത, ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത ആ ഒരു പരാശക്തിയെ അറിയുന്നത് തന്നെയാണ് ഭൂമാവിദ്യ. ആ ഉപദേശത്തിലാണ് നാരദന് എന്താ പറയാ പൂർണ്ണമായിട്ടുള്ള തന്റെ സ്വരൂപത്തെ അറിയാൻ കഴിഞ്ഞത്. അപ്പോ മനുഷ്യന്റെ ആത്യന്തിക ദുഃഖ നിവർത്തിയാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പോ എപ്പോഴാണ്? ജീവിച്ചിരിക്കുമ്പോ തന്നെ നേടേണ്ട ഒരു വസ്തുവല്ലേ ഇത്? തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുമ്പോ തന്നെ ഇതിനെ അറിയണം. അപ്പൊ ദുഃഖത്തിന് കാരണം എന്താ? നമ്മുടെ ദുഃഖത്തിന് എന്നും ഓരോ ദുഃഖങ്ങളല്ലേ നമുക്ക്? അനിത്യങ്ങളായിട്ടുള്ള വസ്തുക്കളോടുള്ള താതാത്മ്യമാണ് ദുഃഖത്തിന് കാരണം. കാരണം അനിത്യം എന്ന് പറഞ്ഞാൽ തന്നെ നശിക്കുന്നതാ. അപ്പൊ നശിക്കുന്നതിനോട് അങ്ങ് ഭയങ്കരമായിട്ട് സംഘം വെച്ചിരുന്ന ദുഃഖം വരില്ലേ? നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കണ വസ്തുക്കൾ, ഒരു പട്ടിയെ വളർത്തി അതിനോട് സ്നേഹം വന്നു, ഒരു പൂച്ചയോട് വളർത്തി സ്നേഹം വന്നു, മക്കളോട് അമിതമായ സ്നേഹം, ഭർത്താവിനോട്. കാരണം ഇതെല്ലാം നമ്മളെ പോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള എന്താ പറയുക ലൈഫ് സ്പാനേ ഉള്ളൂ. അവര് കുറച്ചു കാലമേ ജീവിക്കുള്ളൂ. അതിനോട് അദമ്യമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് വയ്ക്കുമ്പോൾ ആ വസ്തുക്കളെല്ലാം വിട്ടുപോകുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവും. അപ്പൊ യാജ്ഞവൽക്യൻ തന്റെ ഭാര്യമാരോട് പറയണു, തന്നോടുള്ള സ്നേഹമാണ് മറ്റുള്ളവരോട്, മറ്റു വസ്തുക്കളോടും സ്നേഹിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് എന്നെ സ്നേഹം ഉള്ളതുകൊണ്ടാണ് എന്താ മറ്റുള്ളവരോടും ഈ സ്നേഹം വരുന്നത്, അല്ലേ? അത് അനിത്യമായതിനെ അല്ല സ്നേഹിക്കേണ്ടത്, അവരുടെ ഉള്ളിലിരിക്കുന്ന നിത്യവസ്തുവിനെ അറിയുമ്പോഴാണ്, ആ പരമമായ സത്യത്തെ അറിയുമ്പോഴാണ് യഥാർത്ഥ ദുഃഖ നിവൃത്തി വരുന്നത്. കാരണം അവരുടെ ശരീരത്തോടാണ് സ്നേഹമെങ്കിൽ എന്താ, അത് വിട്ടുപോകുമ്പോൾ നമുക്ക് എപ്പോഴും ദുഃഖം വരുന്നു. അല്ല, അവരുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം, അതിന് മരണമില്ല എന്നറിഞ്ഞാൽ, അത് നമ്മുടെ ശരീരത്തിന്റെ മാറ്റമേ ഉള്ളൂ എന്നറിഞ്ഞാൽ പിന്നെ എന്തിനാ ദുഃഖിക്കുന്നത്? അതാണ് ആത്യന്തികമായിട്ടുള്ള ദുഃഖ നിവൃത്തിക്ക് ഈ സത്യത്തെ നമ്മൾ അറിയണം. അപ്പോ എങ്ങനെയാണ് മോക്ഷം എന്ന് ചോദിച്ചാൽ, ഈ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് മോക്ഷം കിട്ടുള്ളൂ. നമ്മുടെ സ്വരൂപം അത് പരമസുഖമാണ്, ആ സുഖസ്വരൂപമാണ് നമ്മുടേത് എന്നറിയുക. സുഷുപ്തിയില്, അതായത് താൻ തന്നിൽ തന്നെ ഇരിക്കുകയാണ്. ആ സുഖം എന്ന് പറയുന്ന നമ്മുടെ ജീവാത്മാവ് സുഖം എന്ന് പറയുന്ന ഒരു ലോകത്ത് പ്രവേശിച്ച് സുഖവസ്തുവിനോട് ചേർന്നിരിക്കുന്നതുകൊണ്ടാണ് സുഷുപ്തിയിൽ നമ്മളെ ശരീരബോധമില്ലാതെ നമ്മൾ സുഖമായി ഉറങ്ങി എന്ന് പറയുന്നത്. എന്ത് ആഹാരം കഴിച്ചാലും, പ്രപഞ്ചത്തിൽ എന്ത് വസ്തുക്കളെ തന്നാലും ഒരു ഉറക്കത്തിന്റെ സുഖം വേറെ ഒന്നിനും കിട്ടില്ല. കാരണം അവിടെ ബ്രഹ്മത്തെ അറിയാണ് നമ്മള്, യഥാർത്ഥ സോഴ്സ് ആണ്.
അവിടെ നമ്മുടെ ജീവാത്മാവ് സുഖമായിട്ട് സ്വസ്ഥനായിട്ടിരിക്കുക. എന്താ സ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ? സ്വമ്മിലിരിക്കുന്നവൻ സ്വസ്ഥൻ. മറ്റതെല്ലാം ദ്വന്ദ്വമാണ്. നമ്മള് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോ പലതിലാണ് നമ്മുടെ മനസ്സ് ഉണർന്നിരിക്കുമ്പോൾ വേറെ പലതിലും ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വസ്ഥതയില്ലാത്തത്. അപ്പൊ നമ്മുടെ സ്വമ്മില്, നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന ബോധത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ സ്വസ്ഥരായിട്ടിരിക്കണം. ഇത് ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ നേടണം. കാരണം ഈ ഉപാസനകളെല്ലാം ഇത് നേടിയെടുക്കാനാണ്. അപ്പൊ നമ്മള് ഉപാധികളിലൂടെ ഈ സത്യത്തെ അറിയണം. കാരണം ശരീരം വെറും ഒരു ഉപാധിയാണ്. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉപാധികളാണ്. യാതൊരു വെച്ചുകെട്ടുമില്ലാത്ത ആ കേവല സ്വരൂപത്തെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആത്യന്തികമായിട്ടുള്ള ദുഃഖ നിവൃത്തി ഉണ്ടാവുള്ളൂ. നിവൃത്തിയും പ്രവൃത്തിയും എല്ലാം നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ പേഴ്സണാലിറ്റി, അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തിത്വം ഡിഫറെന്റ് ആണ് അല്ലെ? യുവർ പേഴ്സണാലിറ്റി ഇസ് ഡിഫറെന്റ് ഫ്രം യുവർ ഇൻഡിവിജ്വാലിറ്റി. ഇൻഡിവിജ്വാലിറ്റിയും പേഴ്സണാലിറ്റിയും രണ്ടും ടോട്ടലി ഡിഫറെന്റ് ആണ്. കാരണം പേഴ്സോണ എന്ന് പറയുന്നത് എന്താ? വെച്ചുകെട്ടലുകളാണ് അല്ലെ? ഒരാളെ വേറൊരാളായിട്ട് വെച്ച് കാണിച്ച് ലോകത്ത് പ്രദർശിപ്പിക്കുക. തനത് വ്യക്തിത്വം മറയ്ക്കപ്പെട്ടിരിക്കുക അവിടെ. അപ്പൊ യഥാർത്ഥ ഭാവത്തില് അതിനെയാണ് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത്. നിനക്ക് ഇൻഡിവിജ്വാലിറ്റി വേണം എന്ന് നമ്മൾ മക്കളോടൊക്കെ പറയാറില്ലേ? എന്താ? നമ്മുടെ ഇൻഡിവിജ്വൽ സെൽഫിനെ അറിയുന്നത്. പക്ഷെ പേഴ്സണാലിറ്റി ലോകത്തെ കാണിക്കാൻ നല്ലൊരു എന്താ പറയാ നാടക നടൻ, ഇല്ലെങ്കിൽ നല്ലൊരു വേഷം, നല്ലൊരു ഡാൻസ് പെർഫോമൻസ്, ഇതെല്ലാം അവരുടെ എന്താണ്? അവരുടെ പേഴ്സോണ, അവരുടെ വേറൊരാളായിട്ട് നമ്മൾ കാണുന്നു. പക്ഷെ അവരുടെ യഥാർത്ഥ സ്വരൂപത്തെ നമുക്ക് അറിയില്ല. പക്ഷെ ഒരാളുമായിട്ട് അടുത്ത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്തറിയാൻ പറ്റും? അവരുടെ ഇൻഡിവിജ്വാലിറ്റി അറിയാൻ പറ്റും ഇല്ലേ? ഇതിനെയാണ് നമ്മൾ, ഈ ഇൻഡിവിജ്വാലിറ്റിയാണ് ധർമ്മം എന്ന് പറയുന്നത്. ആർക്കും ഇത് കൊടുക്കരുത്. ധർമ്മം മാത്രം ആർക്കും കൊടുക്കരുത്. പണ്ട് ഭിക്ഷക്കാര് വന്ന് എന്താ പറയാ? ധർമ്മം തരൂ, ധർമ്മം തരൂ. ധർമ്മം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അത് നമ്മുടെ ആത്മാവാണ്. ഈ ധർമ്മത്തിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. വേദോഖിലം ധർമ്മമൂലം എന്ന് പറയുന്നത്, ഈ വേദം, ഈ അറിവ് മുഴുവനും ധർമ്മത്തെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അത് ആർക്കും കൊടുക്കാൻ പറ്റില്ല. അവരവരുടെ ബേസ് ആണ്. അപ്പൊ നമ്മുടേതാണ്. ഈ സത്യത്തെ മനസ്സിലാക്കി, അതായത് സത്യത്തെ മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സിലാക്കാൻ വേണ്ടി പ്രണിപാതേന, അതായത് സമ്യക്കായിട്ടുള്ള പാണിയായിട്ട് കൈ തൊഴുത് പിടിച്ചുകൊണ്ട് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആചാര്യന്റെ മുമ്പിൽ പ്രണമിച്ച് സേവിച്ച് പരിപ്രശ്നേന ഈ ചോദ്യങ്ങൾ ചോദിച്ച് ആ പരമമായിട്ടുള്ള ജ്ഞാനത്തെ മനസ്സിലാക്കണം. ഈ എന്താ പറയാ, ആ നമസ്കാരം എന്ന് പറഞ്ഞാല് മമ, ഒന്നും എന്റേതല്ല. നമസ്കാരം ചെയ്യുമ്പോ ഗുരുവിന്റെ മുമ്പിൽ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആ ഞാനല്ലാത്തവയൊക്കെ തിരസ്കരിക്കുക. മമ, ഒന്നും എന്റേതല്ല, എനിക്ക് എന്റെ ഉണ്മയെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞ് ആ ഗുരുവിന്റെ മുമ്പിൽ ചെന്ന് പ്രണിപാതേന, നമ്മൾ വിനയത്തോടു കൂടി, അവിടെ ചെന്ന് എനിക്കറിയാം ചോദിക്കണം, അങ്ങനെയല്ല. ആ ഒരു എന്താ പറയാ ആ ഒരു തൊഴുത കൈയോടുകൂടി നമ്മള്, അതുകൊണ്ടാണ് ഒരിക്കലും ഗുരുക്കന്മാരോട് നമുക്ക് അവരുടെ കരുണയാണ് നമുക്ക് സത്യത്തെ വെളിപ്പെടുത്തി തരുന്നത്. അല്ലാതെ ചോദിക്കാൻ നമുക്ക് അധികാരികളല്ല. നമ്മൾ അധികാരിയാണെങ്കിൽ മാത്രമേ ആ ജ്ഞാനം പരമ്പരകളിലൂടെ ഒഴുകി വരുന്ന ആ ജ്ഞാനം നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പ്രണിപാതേന എന്ന് പറയുന്നത്. വളരെ വിനയത്തോടുകൂടി അടുത്ത് ചെന്ന് നമസ്കരിച്ച് പറയണം, എനിക്കിത് മനസ്സിലാക്കി തരണം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനം ലബ്ധ്വ പരാം ശാന്തി. ഈ ജ്ഞാനം കിട്ടിയാല് അവന് പരമമായിട്ടുള്ള ശാന്തി കിട്ടും. അവന് മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ വേറെ ഈ പ്രപഞ്ച ലൗകിക വസ്തുക്കളില് എന്താ പറയാ, ഇന്ന് മനസ്സ് നിന്നാൽ ഒരിക്കലും ഈ പറയുന്ന പരമമായിട്ടുള്ള ശാന്തിയെ അറിയാൻ പറ്റില്ല. അത് ഉള്ളിലാണ്. അത് ഗുരുവിന് മാത്രമേ ആ ഒരു അകക്കണ്ണ്, ആ ജ്ഞാനക്കണ്ണ് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോ നമ്മുടെ എന്താ വേണ്ടത്? മുഖ്യ സാധന എന്ന് പറയുന്നത് എന്താ? ശ്രദ്ധയാണ്. എന്താണ് ശ്രദ്ധ എന്ന് ചോദിച്ചാല് ഗുരുവിലും ശാസ്ത്രവാക്യങ്ങളിലുമുള്ള വിശ്വാസമാണ് ശ്രദ്ധ. ഒരുപാട് പ്രാവശ്യം ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സംശയം വരാൻ പാടില്ല. സംശയാത്മാ വിനശ്യതി എന്ന് നമ്മൾ ഭഗവത്ഗീതയിൽ തന്നെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഗുരു പറയുന്ന ആ ശാസ്ത്രവാക്യങ്ങൾ ഒരിക്കലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കില്ല. ശാസ്ത്രങ്ങൾ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളെ ഗുരുവിലൂടെ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? കണ്ണടച്ച് നമുക്ക് വിശ്വസിക്കാം. കാരണം അതേ വിശ്വസിക്കാൻ പറ്റൂ. അല്ലാതെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? ബാക്കിയുള്ളവരെല്ലാം തന്നെ നമ്മളെ അവരുടെ ബയസ്ഡ് ആണ്. അവരുടെ രീതിക്കനുസരിച്ച് നമ്മളെ കൊണ്ടുപോകാൻ പലതും പറഞ്ഞു തരും. പക്ഷെ ഗുരുവാക്യവും ശാസ്ത്രവും ഒരിക്കലും നമ്മളെ ആ ഒരു തെറ്റായിട്ടുള്ള വഴിയിൽ എത്തിക്കില്ല. ഇത് മാത്രമേ നമുക്ക് ആത്മജ്ഞാനത്തിന് ഉതകുള്ളൂ. ആത്മജ്ഞാനം വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ചെയ്യണം. വിവേകം എന്ന് പറയുന്നത് എന്താണ്? ആ നിത്യ അനിത്യ വിവേകം. നമുക്ക് വിവേകം വേണം. കാരണം എന്താണ് നല്ലത്, എന്താണ് നിത്യ അനിത്യം എന്ന് പറഞ്ഞാൽ നിത്യമായിരിക്കുന്ന വസ്തു എന്താണ്,
അനിത്യമായിരിക്കുന്ന വസ്തു എന്താണ്? ഇതിനെക്കുറിച്ച് നന്നായിട്ട് ഒരു സാധകൻ അറിയണം. രണ്ടാമത് ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വൈരാഗ്യം വരൂ. എന്താണ് വൈരാഗ്യം? ഒരാളോടുള്ള ദേഷ്യമാണോ വൈരാഗ്യം? അല്ല. അനിത്യമായിട്ടുള്ള പദാർത്ഥങ്ങളെ നമ്മൾ ത്യജിക്കുക. കാരണം അനിത്യമായിട്ടുള്ളതിനോട് അമിതമായിട്ട് സംഘം ചെയ്യാതിരിക്കുക. ഈ എന്താ പ്രപഞ്ച വസ്തുക്കളെല്ലാം അനിത്യങ്ങളല്ലേ? അപ്പൊ അതെല്ലാം തന്നെ നമുക്ക് ഒരു വിട്ടുകൊള്ളുക. കാരണം എപ്പോഴായാലും നമുക്ക് പോണം, ഇത് വിടേണ്ട വസ്തുക്കളാണെന്ന് അറിഞ്ഞുകൊണ്ട് അതുമായിട്ട് എന്താ പറയാ അതിനെ ഭുജിക്കുക. അതായത് നമ്മൾ എല്ലാം ആവശ്യത്തിന് വേണ്ടി സന്തോഷമായിട്ട് എടുക്കുക, ബാക്കിയുള്ളത് ബാക്കിയുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. മൂന്നാമത്തത് ശമം. ശമം എന്നാൽ എന്താ? തന്റെ മനസ്സിന്റെ, അതായത് മനസ്സിനെ തന്റെ ഉദ്ദേശത്തിലേക്ക് ഉയർത്തുവാൻ അതിനെ നിയന്ത്രിച്ചു കൊണ്ടുവരിക. അതാണ് ശമം ദമം. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഉപരതി, ഇത് മൂന്നും ഇതിനകത്ത് പതഞ്ജലി അഷ്ടാംഗ യോഗത്തിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് ശമം വേണം. കാരണം ഇതിനെ ഉറച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? തന്റെ മനസ്സിനെ തന്റെ ഉദ്ദേശത്തിലേക്ക് പതുക്കെ പതുക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകണം. അതാണ് സാധനാ മാർഗം എന്ന് പറയുന്നത്. അപ്പൊ ദമം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്. ഉപരതി എന്ന് പറഞ്ഞാലോ വർദ്ധിച്ച കർമ്മ വ്യാപാരത്തിൽ നിന്ന് മനസ്സിനെ പുറകോട്ട് കൊണ്ടുവരണം. ചിലർക്ക് എത്ര ജോലി ചെയ്താലും മതിയാവില്ല, പകല് ജോലി ചെയ്യും, പക്ഷെ അവർക്ക് ദൈവത്തിനെ അറിയില്ല, എന്തൊക്കെയോ സമ്പാദിക്കുന്നു, ഒരു ദിവസം ശരീരം വിട്ടുപോകുന്നു, അവർക്കൊന്നിനും സമയമില്ല. എന്ത് ചെയ്യണം? പതുക്കെ നമ്മള് കർമ്മത്തിൽ നിന്ന് കുറെ വിട്ടു വരണം. അതിനെയാണ് നമ്മള് ഉപരതി എന്ന് പറയുന്നത്. തിതിക്ഷ. തിതിക്ഷ എന്ന് പറഞ്ഞാൽ ജീവിതത്തില് സുഖം ദുഃഖം മാനം അപമാനം ഇതിനെല്ലാം തന്നെ ഒരുപോലെ നമ്മൾ കാണണം. അതിനെയാണ് തിതിക്ഷ എന്ന് പറയുന്നത്. സമാധാനം. അടുത്തത് സമാധാനം. ഗുരുനാഥന്റെ വാക്ക് കേൾക്കുമ്പോൾ മനസ്സിലൊരു സമാധാനം, അല്ലെ? എന്താ? ദ്വന്ദ്ങ്ങള്. ആ ദ്വന്ദ്ങ്ങള് നമ്മുടെ മനസ്സിനെ അഫക്ട് ചെയ്യാതിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒരു സമാധാനം ഉണ്ടാവും. അതുകൊണ്ടാണ് അതിനെ സമാധാനം. അടുത്ത ശ്രദ്ധ. ശ്രദ്ധ നമ്മൾ പറഞ്ഞു, ഗുരുവിലും ശാസ്ത്രത്തിലുമുള്ള പൂർണ്ണ വിശ്വാസം. അടുത്തത് മുമുക്ഷുത്വം. അതായത് എനിക്ക് മോക്ഷം 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 എന്ന് ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട് നമ്മൾ. ധർമാർത്ഥ കാമ മോക്ഷം, മോക്ഷമാണ് നമ്മുടെ ലക്ഷ്യം. എന്താണത്? മനുഷ്യ ജന്മം ലഭിച്ചത് എന്തിനാ? സംസാര ക്ലേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ്. നമ്മൾ വീണ്ടും വന്നത് കഴിഞ്ഞ ജന്മം തോറ്റുപോയി, നമുക്കന്ന് നേടേണ്ടത് നേടാൻ പറ്റിയില്ല, നമ്മള് എന്താ പറയാ പരാജിതരാണ്. ജീവിതത്തിൽ അന്ന് നേടാൻ പറ്റിയില്ല, പക്ഷെ വീണ്ടും മനുഷ്യ ജന്മത്തിൽ വളരെ വളരെ ക്ലേശപ്പെട്ട്, മനുഷ്യജന്മം ക്ലേശമാണ്, വളരെ ക്ലേശമാണ്. കാരണം ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു വന്ന് 9 മാസത്തെ ഗർഭവാസം, അത് തന്നെ ഏറ്റവും വലിയ ജയിൽ ജീവിതം. അതിൽ നിന്ന് പുറത്തു വന്ന് പിന്നെ ഒരു ജന്തുവിനെ പോലെ ഒരു വയസ്സ് വരെ വേറൊരാളുടെ സഹായത്തോടു കൂടി ജീവിച്ച് പതുക്കെ പിച്ച വെച്ച് നടന്ന് ഈ പ്രപഞ്ചത്തെ അറിഞ്ഞിട്ട് തന്നെ അറിയാതെ പോയാല് അത് മഹതോ വിനഷ്ടി, അതിൽ പരം മഹത്തായിട്ടുള്ളൊരു നഷ്ടം ഉണ്ടാവാനില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ മനുഷ്യ ജന്മം എന്ന് പറയുന്നത് സംസാര ക്ലേശങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നമുക്ക് മുമുക്ഷുത്വം വേണം. ഇനി ഒരു ജന്മത്തിലോട്ട്, ഈ ജനന മരണ ആ ഒരു സൈക്കിളിലോട്ട് തിരിച്ചു വരാതിരിക്കണം. അപ്പൊ അതിനാണ് എന്താ പറയാ, ഈ ഗുണങ്ങളെല്ലാം നമുക്ക് വേണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യൂ? ജ്ഞാനമാർഗത്തിന് നമുക്ക് സഹായിക്കുള്ളൂ. ഈ ഗുണങ്ങളെല്ലാം അതിന് അധികാരിയാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താ? ഈ ഗുണങ്ങള് ഇല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ഉണ്ടെങ്കിൽ പോലും ജ്ഞാനം പ്രകാശിക്കില്ല. ഈ ജ്ഞാനം നിസാര കാര്യമല്ല, ഇതൊരു ചെറിയ ജ്ഞാനമല്ല. ഒരു പൂമ്പാറ്റയെ കുറിച്ച് പഠിക്കുന്ന പോലെ, ഒരു പ്യൂപ്പയെ കുറിച്ച് പഠിക്കുന്ന പോലെ, ഒരു ആറ്റത്തിനെ കുറിച്ച് പഠിക്കുന്ന പോലെ, ലാബിൽ കെമിസ്ട്രി എക്സ്പെരിമെന്റ്സ് ചെയ്യുന്ന പോലെ അല്ല. ദിസ് ഇസ് ട്രൂത്ത്. ഇതാണ് റിയൽ ട്രൂത്ത് ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ ജീവൻ എന്ന് പറയുന്നതിന്റെ ബേസിക് ആയിട്ട് നിസ്സാര കാര്യമല്ല. അനേക കോടി ബ്രഹ്മാണ്ട ജനനി, ബ്രഹ്മാണ്ടങ്ങളില് നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യമാണ് എന്നിലെന്ന് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എത്രയോ വലുതാകണം, അല്ലെ? എല്ലാ പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന പരാശക്തിയുടെ ഒരു കണമാണ് ഞാൻ. അപ്പൊ എന്താണ്? ഇതിന് നമുക്ക് അധികാരം വേണമെങ്കിൽ ഈ നമ്മുടെ മനസ്സിനെ പരിഭാഗപ്പെടുത്തണം. ഈ പറയുന്ന പോലെ കുറെ നല്ല ക്വാളിറ്റീസ് നമുക്ക് വേണം. ഇല്ലെങ്കിൽ ശ്രദ്ധ ഉണ്ടാകണമെങ്കിലും ജ്ഞാനം പ്രകാശിക്കില്ല. അപ്പോ ശ്രദ്ധ ഉറച്ചാല് ഗുരുവും ശാസ്ത്രവും രണ്ടല്ല എന്ന് മനസ്സിലാവും. ആ ശ്രദ്ധ ഉറച്ചവന് പതുക്കെ പതുക്കെ അനിത്യമായിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് മനസ്സ് വിട്ടുവരും. ആ പറഞ്ഞത് അനുഷ്ഠിച്ച് ചെയ്യാൻ പറ്റും. അത് ചെയ്തില്ലെങ്കിൽ എന്താ? ഫലമുണ്ടാകില്ല എന്ന് നമ്മൾ അറിഞ്ഞിട്ട് ഗുരു പറഞ്ഞത് എന്ത് ചെയ്യും? ചര്യത്തോടുകൂടി, താല്പര്യത്തോടുകൂടി ഒരു ചര്യയായിട്ട് ജീവിതത്തിൽ അനുഷ്ഠിച്ചു പോകും. അല്ലാതെ ഗുരുവിന്റെ ഫോട്ടോ വെച്ച് പൂജിക്കുന്നതിലോ ആ അനുഷ്ഠാന ദിവസങ്ങളില് ഗുരുപൂജ നടത്തിയോണ്ടല്ല. ഇത് നമ്മുടെ ജീവിതത്തില് പ്രാവർത്തികമാക്കണം. എന്നാലേ അനുഭവം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഗുരുവിനെ പൂജിച്ചുകൊണ്ട് അനുഗ്രഹം ഉണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞു തന്ന ആ നടന്നു വന്ന പാതകളിലൂടെ സഞ്ചരിച്ച് ആ സത്യത്തെ നമ്മൾ നേടിയെടുക്കണം.
ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങൾക്ക് പിന്നാലെ പോകുന്ന മനസ്സിന് എന്ത് ചെയ്യും? ഒന്നും നേടാൻ പറ്റില്ല. കാരണം അത് എവിടെയോട്ടാ പോകുന്നത്? ഈ അതെല്ലാം ജ്ഞാനേന്ദ്രിയങ്ങളാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബാഹ്യജ്ഞാനം. ആന്തരിക ജ്ഞാനം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ജനലുകളൊക്കെ അടയ്ക്കണം. ആ ആ ഒരു പുറത്തോട്ടുള്ള ജനലുകളെല്ലാം അടച്ചിട്ട് നമ്മുടെ മനസ്സിനെ, ഈ ഇന്ദ്രിയങ്ങളെ എല്ലാം തന്നെ എന്ത് ചെയ്യണം? അകത്തോട്ട് കൊണ്ടുവരണം. ജ്ഞാനം പുറമേ നിന്ന് നേടേണ്ട വസ്തു അല്ല. അത് നല്ലവണ്ണം ഉറപ്പിക്കണം. തൻ്റെ ഉള്ളിലെ അജ്ഞാനത്തിന്റെ ആവരണം മാറണം. എന്നാലേ ജ്ഞാനം ലബ്ധമാണ്, നമ്മുടെ സ്വരൂപമാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരിടത്തും തേടി നടക്കണ്ട. കസ്തൂരി മാന്റെ ഉള്ളിലെ പൗച്ചിനകത്ത് കസ്തൂരി ഇരിക്കുന്ന പോലെ അത് മണം തേടി ലോകം മുഴുവൻ നടക്കണം. പക്ഷെ തൻ്റെ ഉള്ളിലെ ആ മണത്തെ അറിയാൻ പറ്റുന്നില്ല. കാരണം അത് മൃഗമാണ്. പക്ഷെ മനുഷ്യൻ എന്താ? വിവേചന ബുദ്ധിയുണ്ട്, ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ബുദ്ധിയുണ്ട്, അന്ധകരണങ്ങളുണ്ട്. എന്ത് ചെയ്യണം? ഈ അജ്ഞാന ആവരണത്തെ മാറ്റണം. മാറ്റുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ പറഞ്ഞ ട്രഷർ, ഈ പറഞ്ഞ ആ ഒരു എന്താ പറയാ, എന്താ പറയാ, അനുഗ്രഹം, ആ പറയുന്ന ലോകത്തില് ഒന്നുകൊണ്ടും നേടാൻ പറ്റാത്ത ആ ശക്തി എൻ്റെ ഉള്ളിലാണ് ഇരുന്നത്. അയ്യോ, ഞാൻ എന്ത് വിഡ്ഢിത്തരാണ് കാണിച്ചത്. ലോകം മുഴുവൻ ഇതിനെ ഞാൻ തേടി നടന്നല്ലോ. അത് ഉപലബ്ധമാണ്. അപ്പോ അതിന്റെ ഒരു ആവരണത്തിനെ മാറ്റിയാൽ മാത്രം മതി. അപ്പോ ഗുരുവും ശാസ്ത്രവും ഞാനും എല്ലാം ഒന്നാണെന്നുള്ള ത്രിപുടി ഇല്ലാതാകും. നമുക്ക് എപ്പോഴും എന്താ? ഞാന്, എന്റേത്, എനിക്കുള്ളത്. എനിക്കൊരാൾ പറഞ്ഞു തരുന്നു, ആ സത്യം വേറൊന്ന്, ഞാൻ വേറൊന്ന്. ഇങ്ങനെ മൂന്നായിട്ട് നിൽക്കുമ്പോൾ ഒരിക്കലും എന്താ? ഭഗവാന്റെ കയ്യിലിരിക്കണം ആ തൃശൂലം കൊണ്ട്, ആ തൃശൂലത്തിന്റെ 3 മൊനകളും ഒന്നായിട്ട് ചേർന്ന് അത് എന്നിൽ വന്ന് ലയിക്കുക. ദേവി പിടിക്കുന്ന എങ്ങനെയാ? അതിന്റെ ഒറ്റയായിട്ടിരിക്കുന്ന കമ്പ് തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് 3ആയിരിക്കുന്ന കമ്പിനെ ആ മഹിഷാസുരനിൽ കുത്തി ഇറക്കുക ചെയ്യുന്നത്. അപ്പൊ അത് ആ ജീവൻ എന്ത് ചെയ്തു? ത്രിപുടി മുടിഞ്ഞു. ത്രിപുടിയാണ് ആസുരിക ഭാവത്തിന് കാരണം. ശരീരമാണെന്നുള്ള ചിന്തയിൽ എന്തൊക്കെയോ നേടാനുള്ള വ്യർത്ഥമായിട്ടുള്ള ഓട്ടത്തിൽ എന്തൊക്കെ നേടി? ഒന്നും നേടിയില്ല. അപ്പൊ പക്ഷെ ദേവി എന്ത് ചെയ്തു? മോക്ഷം കൊടുത്തു. അപ്പൊ തൃശൂലം കുത്തിയിറക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഏകമായിരിക്കുന്ന തലം എന്താ? സ്വന്തം ആത്മാവിനോട് ദേവി ചേർക്കുകയാണ്. അതുപോലെ നമ്മൾ ഓരോരുത്തരും എന്താണ്? ആ ത്രിപുടി മുടിയണം. ആ ത്രിപുടി ഇല്ലാതായാൽ മാത്രമേ എന്താ? ഈ 3ഉം ഒന്നായിട്ട് ഐക്യമാവുള്ളൂ. ഈ സത്യത്തെ അറിയാൻ പറ്റൂ. അപ്പൊ എന്താ? കൃതം കൃത്യം, അറിയേണ്ടത് അറിഞ്ഞു എന്നുള്ള ഒരു സന്തോഷം, അതിനെയാണ് നമ്മൾ ആത്മലാഭം. നമുക്ക് കിട്ടേണ്ടതാണോ? അല്ല. കിട്ടിയ വസ്തു മറന്നു വെച്ചിരിക്കുക. അപ്പൊ ഇതെല്ലാം കൊണ്ട്, സാധനം കൊണ്ട്, അപ്പൊ ഇതിനാണോ ഞാൻ ഇത്രയും കിടന്ന് ഓടിയെന്ന് വെച്ചാൽ ഇത് അറിയാൻ പെട്ടെന്ന് പറ്റില്ല. അത്രയ്ക്ക് എന്താ? ആഴത്തിലുള്ള മണ്ണിൽ ഒളിച്ചിട്ടിരിക്കുക അതിനെ. അപ്പൊ ഇത്രയും കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ അറിഞ്ഞപ്പോ ഈ ആത്മലാഭോ പരാസന്തുഷ്ട, അവനെന്താ? പരമായിരിക്കുന്ന സന്തുഷ്ടി, അവന് സന്തോഷം. കാരണം അവന്റെ നിന്ന് ബാക്കി എന്ത് നഷ്ടപ്പെട്ടു പോയാലും അവന് ദുഃഖമില്ല. കാരണം നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെടും, നമ്മൾ ഇല്ലെങ്കിൽ ഇത് പോകും. ഇനി എന്തിനാ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണമെന്ന് നമുക്ക് ത്യജിക്കാൻ പറ്റും. ത്യാഗത്വം ഏക അമൃതത്വം അശ്നുതേ. ത്യാഗം കൊണ്ട് മാത്രമേ നമുക്ക് മരിക്കാത്തതായിട്ടുള്ള അമൃതനെ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ത്യജിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് നശ്വരമാണെന്ന് അറിയണം. നശ്വരമാണെന്ന് അറിയണമെങ്കിൽ ഈ പറഞ്ഞ സാധനാ മാർഗത്തിൽ പ്രവേശിച്ച് ത്രിപുടി ഇല്ലാതാവണം. ഈ കൃത്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോ അറിയേണ്ടത് അറിയും. അപ്പോ ആത്മലാഭത്തെക്കാളും വേറൊരു നേട്ടമില്ല. പിന്നെ നമുക്ക് എന്താ? പരാം ശാന്തി, പരമമായിട്ടുള്ള ശാന്തിയില് നമുക്ക് നമ്മുടെ ഉള്ളിൽ ആനന്ദ സ്വരൂപത്തെ അറിഞ്ഞ് ഇരിക്കാൻ പറ്റും. അപ്പോ ജീവിതം എന്തായാലും ഒരു ദിവസം ഉണ്ടായെങ്കിൽ അതെന്താ? ജാതസിഹി ധ്രുവോ മൃത്യുഹു, ധ്രുവം ജന്മ മൃതസ്യ. ജനിച്ചവന് മരണമുണ്ട്, മരിച്ചവന് ജനനമുണ്ട്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ? ആ മരണത്തിനെ പേടിക്കേണ്ട, ജനനത്തിനെ ഭയപ്പെടുകയും വേണ്ട. കാരണം രണ്ടും എന്താ? ദേവിയുടെ ഇച്ഛയാണെന്ന് അറിഞ്ഞാല് ആ അമ്മയുടെ കയ്യിലെ തൃക്കൈയിലെ ഒരു കളിപ്പാട്ടമായിട്ട് സുഖമായിട്ട് വന്നു പോകാൻ നമുക്ക് പറ്റും, ഇല്ലേ? അപ്പൊ ഉള്ളില് നിരന്തരമായിരിക്കുന്ന ഈ ഒരു പ്രകാശത്തെ നമുക്ക് അറിയാൻ പറ്റും. അതിനെ ഉജ്ജ്വലിപ്പിച്ച് ഈ പറഞ്ഞ 9 ആ മഹാഘടമാകുന്ന ശരീരത്തിന്റെ 9 ദ്വാരങ്ങളിൽ കൂടി പുറത്തു വന്ന ജ്ഞാന ദീപത്തെ നമുക്ക് കൂടുതൽ എന്താ പറയാ, അതിന്റെ പ്രകാശത്തെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കാൻ സാധിക്കും ഈ അറിവാകുന്ന എണ്ണ അതിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ. ഇതറിയാത്തവനോ പരമമായിട്ടുള്ള മൂഢനാണ്. അവനത് ഒരിക്കലും അറിയാൻ പറ്റില്ല. കാരണം ഇത് ഇതിനെ ഉജ്ജ്വലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ എന്ത് ചെയ്യൂ? ആ ഒരു ശാന്തി പദത്തിലെ ശരീരം വിട്ടു പോകുമ്പോൾ ഈ ജീവാത്മാവിനെ ആ പരം ജ്യോതിയിൽ നമുക്ക് ലയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ സാധനയുടെയും ലക്ഷ്യം ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇനി നമുക്ക്
എൻ്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അതായത് ഈ പറഞ്ഞ എന്താ മന്ത്രം, എന്താണ് മന്ത്രം ജപിക്കും, എന്താണ് ഇത് ചോദിച്ചിരിക്കുന്നത്? പൂർണ്ണമായിട്ട് ശ്രദ്ധ കിട്ടുന്നില്ല മന്ത്രം ജപിക്കുമ്പോൾ, എന്താണ് മന്ത്രത്തിന്റെ ന്യാസം? ഞാൻ വിചാരിച്ചു ഏതായാലും ഞാൻ പറയാൻ തുടങ്ങണം. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും മന്ത്ര ജപം നിങ്ങൾ എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പൊ കുറെ കാര്യങ്ങൾ എനിക്ക് അറിയുന്ന രീതിയിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. എന്നിട്ട് നമുക്ക് പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോ ചോദിച്ചിരിക്കുന്നത് ഹൗ ടു ഗെറ്റ് കോൺസെൻട്രേഷൻ ബൈ ഡൂയിങ് മന്ത്രജപം, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ശ്രദ്ധ, ഇതിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഹൗ ടു ഗെറ്റ് കോൺസെൻട്രേഷൻ, ശ്രദ്ധ വേണം. അത് തന്നെ ഒറ്റ വാക്കേ ഉള്ളൂ ഇതിന് ഉത്തരം. ശ്രദ്ധ ഇല്ലാത്തതുകൊണ്ട് കോൺസെൻട്രേഷൻ കിട്ടും. കോൺസെൻട്രേഷനും ശ്രദ്ധയും വ്യത്യാസമാണോ? അല്ല, ശ്രദ്ധ തന്നെ. നമുക്ക് വിശ്വാസം, അതിപ്പോ പറഞ്ഞു ഗുരു, ഇത്രയും ഞാൻ പറയാൻ കാരണം ഗുരുവിലും ശാസ്ത്രത്തിലും വിശ്വാസം വന്നാല് ന്യായമായിട്ട് അവിടെ ശ്രദ്ധ വരും. കാരണം നമുക്ക് അച്ചീവ് ചെയ്യാനുള്ളത് സത്യമാണെന്ന് അറിഞ്ഞാൽ സത്യത്തിനെ അല്ലേ, അതിൽ കള്ളമോ സംശയമോ ഒക്കെ വരുമ്പോഴല്ലേ ശ്രദ്ധ നിൽക്കാത്തത്. ഇത് ശരിയാണോ, ഇത് ശരിയല്ലേ, എപ്പോഴും ആലോചിച്ച് നോക്കൂ. നമ്മുടെ മനസ്സ് ചഞ്ചലമാകുന്നത് എപ്പോഴാ? ഉറപ്പില്ലാത്തത്. ഈ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ അപ്പുറത്ത് വീണോ ഇപ്പുറത്ത് വീണോ എന്ന് ചിന്തിക്കുന്നു. ഇതെല്ലാം ശരിയാണോ, എനിക്ക് ചെയ്തത് കൊണ്ട് കിട്ടുമോ, കിട്ടിയാൽ എനിക്ക് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ചിന്തകൾ. ഞാൻ ഇത് ചെയ്താൽ അത് കിട്ടുമോ, അത് ചെയ്താൽ ഇത് കിട്ടുമോ? അല്ല, ഇതൊന്നുമില്ല. എന്താ, എനിക്ക് എൻ്റെ ആത്മലാഭം വേണം, എനിക്ക് എൻ്റെ സ്വരൂപത്തെ അറിയണം. ഇത് മാത്രമായിട്ട് വേണം മന്ത്രജപത്തിൽ ഇരിക്കാൻ. കാരണം ഞാൻ 1000 പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. മന്ത്രം മനസ്സിന്റെയാണ്. മനസ്സാരുടെയാ? എൻ്റെ മനസ്സ്. എൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല, നിങ്ങളുടെ മനസ്സിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. എന്റെയാണ് മനസ്സെങ്കിൽ എൻ്റെ ജീവാത്മാവിന് വേണ്ടിയിട്ടല്ലേ ഞാൻ മന്ത്രം ജപിക്കുന്നത്. അപ്പൊ അവിടെ എന്താ വേണ്ടത്? ആ ഒരു ശ്രദ്ധയോടുകൂടി എനിക്ക് വേണ്ടിയിട്ട് ജപിക്കുന്നു. ഇത് വേറൊരാൾക്കല്ല. മന്ത്രം വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. ജപിച്ച് അതിന്റെ ഫലം ആവാഹിച്ച് ഒരു പേടകത്തിനകത്താക്കി മക്കൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കൂ. ആത്മാവിന്റെയാണ് മന്ത്രം. മന്ത്രം മനനാൽ ത്രായതി. ആര് ജപിക്കുന്നു അവരെ പ്രൊട്ടക്ട് ചെയ്യും. മന്ത്രദേവതയ്ക്ക് അതേ ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഹലോ മന്ത്രദേവത, ഞാൻ ഈ ജപിക്കുന്ന വേറൊരാൾക്കാണ്, ചെയ്യാൻ പറ്റും. കർമ്മഫലങ്ങൾ ഒരു ഗുരുവിന് ചെയ്യാൻ പറ്റും. അവന്റെ കർമ്മത്തെ, അവൻ ജപിക്കുന്ന ഇന്ന് ഒരു ദിവസത്തെ പൂജ ഡൊണേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ തീർച്ചയായും ചെയ്യാൻ പറ്റും. അത് ഗുരുസ്ഥാനം വരണം. അല്ലാതെ നമ്മള് സാധകന് പറ്റില്ല. സാധകൻ സാധിച്ചെടുത്ത് ആ തലത്തിൽ എത്തുമ്പോൾ അവന് ദാനം ചെയ്യാം. ഗുരുക്കന്മാരുടെ ഭിക്ഷ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മന്ത്രം. നമ്മുടെ ഏറ്റവും വലിയ ഈ പറഞ്ഞ പരമഗുരു, പരമേഷ്ഠി ഗുരു, പരാത്പര ഗുരു, ഇവരിലൂടെ ദത്താത്രേയനിലൂടെ വന്ന സമ്പ്രദായത്തില് അവര് കണ്ടെത്തിയ, ശ്രദ്ധയോട് കണ്ടെത്തിയ മന്ത്രങ്ങളാണ് ഇന്ന് നമ്മൾ ജപിക്കുന്നത്. ഇപ്പൊ എന്താ, അവരുടെ ശ്രദ്ധ, അവരുണ്ടാക്കിയെടുത്തത്, അവരെടുത്ത പുരസ്കരണം ചെയ്ത് ശക്തിവത്താക്കിയ മന്ത്രങ്ങൾ നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുക. അപ്പൊ അത് റിസീവ് ചെയ്യുമ്പോൾ അവരോട് നമുക്കൊരു നന്ദി വേണ്ടേ, അവരോടൊരു സ്നേഹം വേണ്ടേ? എന്തിനു വേണ്ടിയിട്ടാ? എനിക്ക് വേണ്ടി. ആത്മലാഭ, എനിക്ക് ആത്മാവിനെ അറിയണം, എൻ്റെ സ്വരൂപത്തെ അറിയണം. ആദ്യം വേണ്ടത് ശ്രദ്ധ തന്നെയാണ്, പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ. അപ്പൊ ഇനി എങ്ങനെയാണ്? എനിക്ക് ശ്രദ്ധ വരുന്നില്ല എന്നാണല്ലോ പറയുന്നത്. എങ്ങനെ വേണം, എങ്ങനെ ശ്രദ്ധയെ കൊണ്ടുവരണം? ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോ ഒരു പിയാനോ പഠിക്കുകയാണെന്ന് വെക്കൂ. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു പിയാനോ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്, അതിൽ നോട്ട്സ്, അതില് ആ ഒരു കീ ബോർഡ് ഉണ്ട്. കീബോർഡിൽ നോട്ട്സ് ഉണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ ഒരു ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോകണു, ഏത് വസ്തുവും നമ്മൾ ബാഹ്യമായിട്ടുള്ള ഒരു കാര്യം പഠിക്കാൻ പോകുമ്പോൾ എന്താ ചെയ്യണത്? നമുക്ക് പിയാനോയുടെ എടുക്കാം, കാരണം അത് എളുപ്പമുണ്ട്. നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് നമുക്ക് അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതിന്റെ കീബോർഡ് ഉണ്ട് ഇല്ലേ? ആ കീബോർഡിൽ എന്ത് ചെയ്യണം? ആദ്യം നോട്ട്സ് നമ്മൾ എഴുതി വെക്കും. വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ അതിന്റെ ഓരോ നോട്ട്സ് നമ്മുടെ വിരലുകൾ, അതായത് ഒരെണ്ണത്തിൽ തൊട്ട് കഴിഞ്ഞ് തെറ്റിപ്പോയാൽ അത് വേറൊരു നാദമായിരിക്കും വരണത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? ആ ജോലി ചെയ്യും. പതുക്കെ 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 എന്താ, ആ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു മാസം 2 മാസം കഴിയുമ്പോൾ അതിന്റെ നോട്ട്സ് എവിടെയാണെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും ഇല്ലേ? പിന്നെ എഴുതി വെക്കേണ്ട ഏത് കാര്യം കുറച്ചു കാലം നമ്മൾ മൊബൈൽ പഠിക്കാനാണെങ്കിലും ഇല്ലെങ്കിൽ വേറെ ടൈപ്പ് റൈറ്റിംഗ് ആണെങ്കിലും ആദ്യം പതുക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ആ നോട്ട്സ് എവിടെയാണ്, അത് എന്താണ് ഇത്, ഈ ദേവത എന്താണ്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ, കുറച്ചുകൂടെ ഫ്രീ ആവും. നമ്മൾ അത്രയും ബലം പിടിച്ചിരിക്കേണ്ടി വരില്ല, മനസ്സ് ഫ്രീ ആവും. അപ്പോഴോ അത് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ വിരലുകൾ ഇങ്ങനെ ജോലി ചെയ്യും. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ എന്താ, പിയാനോ വായിക്കുന്നില്ല, ഇല്ലെങ്കിൽ ടൈപ്പ് റൈറ്റ് ചെയ്യുന്നില്ല, എന്തിലാണെങ്കിലും നമ്മൾ എക്സ്പേർട്ട് ആയിട്ട് തീരും. അതല്ലേ നടക്കുന്നത്. സ്ലോലി നമ്മൾ അതിനെ കൾട്ടിവേറ്റ് ചെയ്യുക ചെയ്യുന്നത്. കാരണം ഒന്ന് വിതച്ചാലും പെട്ടെന്ന് കൊയ്യാൻ പറ്റില്ല. പതുക്കെ പതുക്കെ അതിന്റെ നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറണം. അല്ലാതെ ഒരു വിത്ത് കൊണ്ട് വിതച്ച് എപ്പോഴും എപ്പോഴും അത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അത് മുളച്ചു വരുമോ? ഇല്ല. അതിന്റെ കാലം ഉണ്ട്, കുറച്ച് സമയം. അപ്പൊ മന്ത്രം അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞ ഉടനെ 1 മാസം കൊണ്ട് ഞാൻ അതിൽ എക്സ്പേർട്ട് ആവോ? എത്രയോ ജന്മങ്ങൾ, എത്രയോ കാലം തപസ് ചെയ്തിട്ടാ മന്ത്രം ഓരോരുത്തർക്കും മന്ത്രദേവത പശ്യന്തി തലത്തിൽ കണ്ടിട്ട് അവര് നമുക്ക് തരുന്നത്. ഈ ദേവത ഇന്ന മന്ത്രത്തിന്റെ ആണെന്ന്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ധൃതി പിടിക്കരുത്. കൾട്ടിവേറ്റ് ചെയ്താൽ ഏത് വിള നമ്മൾ വിതച്ചാലും അത് കൊയ്യാനായിട്ട് സമയമെടുക്കും.
നിശ്ചിത കാലയളവുണ്ട്. അതുപോലെ നമ്മൾ മന്ത്രം എന്ന് പറയുന്നത് വിത്താണ്, ബീജമാണത്. ബീജം വിതയ്ക്കുക ചെയ്യണത്. നമ്മൾ ഈ പിയാനോ അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിക്കുന്ന പോലെ അത് നമ്മുടെ ഹാബിറ്റ് ആയിട്ട്, പിന്നെന്താ, പിയാനോ വായിക്കുമ്പോൾ ഒന്നും നോക്കണ്ട, അവിടെ ഇരിക്കുന്ന ഓഡിയൻസിനെ നോക്കി ആ സംഗീതത്തിൽ ആസ്വദിച്ച് നമ്മുടെ വിരലുകൾ നമ്മൾ അറിയാതെ പിയാനോയിലൂടെ പോവാം. പിയാനോ എക്സ്പേർട്സ് അല്ലെങ്കിൽ വയലിൻ എക്സ്പേർട്സ് അവര് പിന്നെ ഒന്നും ശ്രദ്ധിക്കണ്ട, അവരുടെ കൈയും കാലും മനസ്സും ഇത് എവിടെ നിന്ന് വരുന്നു? അവരുടെ കോൺസെൻട്രേഷൻ കൊണ്ട്, അവരുടെ ശ്രദ്ധ കൊണ്ട്. അവിടെയാണ് പൂർണ്ണമായിട്ട് നമുക്ക് ആ വിദ്യ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സും കരചരണങ്ങളും മനസ്സിനെയും അവിടെ അർപ്പിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റൂ. അപ്പൊ അതിന്റെ മാധുര്യത്തിൽ ലയിച്ച് ആത്മാവിൽ അതിനെ അറിയാൻ പറ്റും, ഇല്ലേ? വയലിനൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വലിയ വയലിനിസ്റ്റുകൾ നമ്മൾ കണ്ണടച്ചവര് അതിൽ ലയിച്ച് സന്തോഷമായിട്ട് അവരുടെ ആത്മാവും ആ സ്വരമാധുര്യവും കൂടെ ഒരു താതാത്മ്യത്തില് അതൊരു ഈശ്വരന്റെ ശക്തിയാണ്. കാരണം സംഗീതം ഈ പറയുന്നതെല്ലാം തന്നെ ഈശ്വരന്റെ പ്രകടമായിട്ടിരിക്കുന്ന ശക്തികളാണ്. അതിൽ നമ്മുടെ മനസ്സും കൂടെ താതാത്മ്യം പ്രാപിക്കുമ്പോൾ നമ്മുടെ അവിടെ വിരലുകളോ ശരീരമോ പിന്നെ പ്രാധാന്യമല്ല. ഇത് തന്നെയാ മന്ത്രത്തിന്റെ കാര്യത്തിലും. ആദ്യമേ നമുക്ക് ദേവത, ഇന്ന ചക്രം എന്നൊക്കെ നമുക്ക് തോന്നുള്ളൂ. അത് ആത്മാവിൻ്റെതായി കഴിഞ്ഞാൽ എന്താ? അവിടെ കണ്ണടച്ചിരുന്നാൽ മതി. കുറേ കാലം കഴിയുമ്പോഴത്തേക്ക്, കുറെ കാലമൊന്നും വേണ്ട, 1 വർഷം നല്ല ശ്രദ്ധയുള്ള ഒരാൾക്ക് 41 ദിവസം 44 ദിവസം മതി മന്ത്രത്തെ സ്വായത്തമാക്കാൻ. ഇത് ജപിക്കുമ്പോൾ മനസ്സ് പലയിടത്തും പോകുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ കിട്ടാത്തത്. മനസ്സ് പലയിടത്തും സഞ്ചരിക്കുക. ഈ മന്ത്രം ജപിച്ചാൽ എനിക്ക് നല്ലത് വരുമോ? ഇതെന്തിനാ ജപിക്കുന്നത്? ഈ ചക്രം എന്താണ്? അയ്യോ, ഇതെനിക്ക് അറിയില്ലല്ലോ. ഇങ്ങനെ പല ചിന്തകള് ജപിക്കാനിരി. അതുകൊണ്ടാണ് പ്രാണായാമം ചെയ്ത് മനസ്സിനെ ഒന്ന് കാം ഡൗൺ ചെയ്തിട്ട് മന്ത്രം ജപിക്കാൻ പറയുന്നത്. നമ്മളൊരു കാറ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ. ആദ്യമായിട്ട് കാറ് ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോൾ എന്താ? ആദ്യം നമുക്ക് സ്റ്റിയറിംഗ് ഏത്, ബ്രേക്ക് ഏത്, ഓരോന്നായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരും, ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം മനസ്സിൽ അതിനെ ഉറപ്പിക്കും. ഇത് സ്റ്റിയറിംഗ് ആണ്, ഇത് ബ്രേക്ക് ആണ്, പെട്ടെന്ന് എനിക്ക് ചവിട്ടണം, നിർത്തണം, ആക്സിലറേറ്റർ ആണ്, എനിക്കിത് പല പല രീതിയിൽ മാറ്റണം. എന്താണ്? കുറെ കാലം അത് നമ്മുടെ മനസ്സിൽ അതങ്ങ് പതിഞ്ഞാൽ മാത്രമേ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റൂ. അല്ല, ബ്രേക്ക് ആക്സിലറേറ്റർ ചവിട്ടിയിൽ വണ്ടി വന്നു, വണ്ടി പൊക്കോണ്ടിരിക്കണു, നിർത്താൻ പറ്റാൻ വേണ്ടി ആക്സിലറേറ്റർ ചവിട്ടിയാൽ എന്ത് ചെയ്യും? മുമ്പോട്ട് ചെന്ന് മറ്റു വാഹനങ്ങൾ ഇടിക്കും, അല്ലെ? ബ്രേക്ക് ചവിട്ടാൻ മറന്നുപോയി. കാരണം എന്താ? ശ്രദ്ധയില്ല. അപ്പൊ നമ്മളെ പഠിപ്പിക്കുന്ന മാസ്റ്റർ ശ്രദ്ധയിൽ ഇറങ്ങി പൊക്കോളാൻ പറയും. ഇത് തന്നെയാ, നമുക്ക് എന്ത് ചെയ്യണം? ശ്രദ്ധ വേണം. ഇത് എവിടെയാണ്, എന്താണ്? നമ്മൾ കുറെ കാലം, കുറച്ച് സമയമെങ്കിലും അതിന് നല്ലവണ്ണം ശ്രദ്ധിച്ച് നമ്മുടെ മനസ്സിൽ പതിക്കണം, അല്ലേ? ഓട്ടോമാറ്റിക്കലി പിന്നെന്താ, കുറെ കാലം കഴിയുമ്പോൾ ഡ്രൈവിംഗ് എന്താവും? ഹരമായിട്ട് മാറും. കണ്ണടച്ച് വെറുതെ ഇരുന്നാൽ മതി. കാല് ചെയ്തോളും, കൈ ചെയ്തോളും. കാരണം എന്താ? നമ്മുടെ ചര്യയായിട്ട്, നമ്മുടെ ജീവിതത്തിന്റെ, ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ട് അത് മാറും. വെറുതെ നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് സ്റ്റിയറിംഗിൽ ഇങ്ങനെ തൊട്ട് കൊടുത്താൽ മതി. അത് പോകേണ്ട സ്ഥലത്ത് വണ്ടി പൊക്കോളും. എന്താ? യു ആർ എൻ എക്സ്പേർട്ട് ഡ്രൈവർ. അതുപോലെ മന്ത്രം, മനസ്സെന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല. നമ്മൾ കണ്ടു 4 കുതിരകളെ കൊണ്ടുപോകുന്നത്. അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചാലേ അതിന്റെ പുറത്ത് കയറി ഇരിക്കാൻ പറ്റൂ. അല്ലാതെ നമുക്ക് എന്താ, അതിനെ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് ഇരുത്തി എനിക്ക് പറ്റുന്നില്ല, കോൺസെൻട്രേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.